എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. ഒരു തരി പോലെ എണ്ണ കുടിക്കാത്ത പൂരിയുടെ റെസിപ്പി ഒരുപാട് കൂട്ടുകാർ എന്നോട് ആവശ്യപ്പെടുന്നുണ്ട്. അവർക്കെല്ലാം വേണ്ടിയിട്ടും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി റെസിപ്പി ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ എല്ലാ വീടുകളിലും നമ്മൾ പൂരിയൊക്കെ തയ്യാറാക്കി എടുക്കാറുണ്ട്. എങ്കിൽ തന്നെയും ഇന്നത്തെ ഈ ഒരു പൂരിയുടെ മാവ് കുടച്ചെടുക്കുന്നതും പരത്തിയെടുക്കുന്നതും ഒരു പ്രത്യേക രീതിയിലാണ്. ഇതിന്റെ പ്രത്യേകതയാവട്ടെ, രാവിലെ ഉണ്ടാക്കുന്ന പൂരിയാണെങ്കിലും കുറച്ച് സമയം വരെയും നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് നമുക്ക് കഴിക്കാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മൾ നിത്യവും തയ്യാറാക്കുന്ന പൂരിയിൽ എണ്ണ കുടിക്കുന്നു എന്ന് പരാതി പറയുന്ന കൂട്ടുകാര് ഇതേ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുവാണെങ്കിൽ ഒരു തരി പോലും എണ്ണ കുടിക്കാത്ത പൂരി നിങ്ങൾക്ക് ഇനി വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറെ ലൈക്കൽ തരാൻ മറക്കല്ലേട്ട് കൂട്ടുകാരെ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് പൂരി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് നമുക്ക് പൂരിയുടെ മാവ് ആദ്യം ഒന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ടൊരു പാനടപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നൊരു പ്രത്യേക രീതിയിലാണ് ഈ ഒരു പൂരി തയ്യാറാക്കി എടുക്കാനും പോകുന്നത്. ചൂടായി വന്നിട്ടുള്ള ഈ ഒരു പാനിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളത്തിലേക്ക് 1 സ്പൂൺ അളവില് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പൂരിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. 1 നുള്ള് പഞ്ചസാര കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം നല്ല പോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം നല്ല പോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടുള്ളത് നമ്മുടെ പൂരി കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി വെള്ളം തിളച്ചാൽ ഉടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളത്തിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇന്ന് തയ്യാറാക്കുന്ന ഈ ഒരു പൂരി 4 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. പൂരി ഉണ്ടാക്കുമ്പോൾ എണ്ണ കുടിക്കുന്നു എന്നൊക്കെ പരാതി പറയുന്ന എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ. അങ്ങനെ പൊടിയും കൂടി ചേർത്ത് ആ ഒരു ചട്ടിയുടെ ചൂടിൽ വെച്ച് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ചേരുവ കൂടെ ചേർക്കണം. 1 സ്പൂൺ മാത്രം മതിയാകും റവ. വറുത്തതോ വറുക്കാത്തതോ എന്ത് വേണമെങ്കിലും എടുക്കാം. 1 സ്പൂൺ അളവിൽ തന്നെ മൈദയും കൂടെ. ഇനി ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. പൊടി ഇപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള പൊടി ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ കൈ ഒന്ന് നനച്ചതിന് ശേഷം പൊടിയൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ പൂരിയുടെ മാവ് കുഴച്ചെടുക്കുമ്പോൾ അധികം വെള്ളം ചേർത്ത് കുഴച്ചെടുക്കരുത്. വെള്ളം കൂടി പോവാണെങ്കിൽ പൂരിയിലേക്ക് ധാരാളം എണ്ണയെല്ലാം കുടിക്കും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് റവയും മൈദയും ഒക്കെ ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്നത് പോലെ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടതും. മാവ് കുഴച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഒരു പൊടി കുഴച്ചെടുക്കുന്ന സമയത്ത് ലൂസായി വരുവാണെങ്കിൽ കുറച്ചുകൂടെ മൈദപ്പൊടിയോ റവയോ ചേർക്കാവുന്നതാണ്. അങ്ങനെ നമുക്കിത് നല്ല ഷേപ്പായിട്ട് തന്നെ മയത്തിൽ തന്നെ കുഴച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ മാവ് ഈ ഒരു ഷേപ്പിലേക്ക് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൂരിയുടെ മാവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് കുഴച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാം. വലുതാക്കി പരത്തിയെടുത്തിട്ട് നിങ്ങൾ ഷേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ ഇത്രയും ചെറുതാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. കണ്ടോ, ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാം ബോൾസ് ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ബോളെല്ലാം ഇവിടെ ഞാൻ ഷേപ്പായിട്ട് തന്നെ നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 18 ബോളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. നമുക്ക് ഉടൻ തന്നെ പൂരി തയ്യാറാക്കാൻ തുടങ്ങാം. പൂരി പരത്തിയെടുക്കാനായിട്ട് ഞാനിതുപോലൊരു ചപ്പാത്തി കല്ലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചപ്പാത്തി കല്ലിന്റെ മേലെയായിട്ട് കുറച്ച് അരിപ്പൊടി തൂവി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് അരിപ്പൊടി ഞാനിവിടെ ഈ പാത്രത്തിന്റെ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൊടിയിൽ മുക്കിയതിന് ശേഷം പൂരി പരത്തിയെടുക്കാം. ഇതുവരെയും നിങ്ങൾ ഇതുപോലെയല്ല പൂരിയുടെ മാവ് തയ്യാറാക്കി ഉണ്ടാക്കിയിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണേ. ഇനിയിപ്പോൾ അധികം കനം കുറക്കാതെ തന്നെ നമുക്ക് ഷേപ്പാക്കി എടുക്കാം. ഇത്രയും കട്ടിയായിട്ടാണ് പൂരി പരത്തിയെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഈ അരിപ്പൊടി വളരെ എളുപ്പത്തിൽ തന്നെ ഉടച്ച് കളയാനും സാധിക്കും. കണ്ടോ, ഇനി പൂരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാ പൂരിയും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിലാണ് നമുക്കിത് പരത്തിയൊക്കെ എടുക്കാൻ സാധിക്കുന്നത്. ഇതുപോലെ നമുക്ക് പൂരി പരത്തിയതിന് ശേഷം സ്റ്റോർ ചെയ്ത് വെക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ. തമ്മിൽ ഒട്ടിയൊന്നും പിടിക്കൂല. അതുപോലെ അധികം എണ്ണ കുടിക്കൂല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ. അപ്പൊ പൂരി ഉണ്ടാക്കിയിട്ട് ഇതുവരെയും ശരിയാകാത്ത കൂട്ടുകാർ ഇനിയിപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കിയൊക്കെ നോക്കട്ടോ. അപ്പോൾ ഒരുപാട് നാളായിട്ടുണ്ട് എന്നോട് പൂരിയുടെ വീഡിയോ കാണിക്കാൻ കുറേ കൂട്ടുകാർ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളോട് പൂരിയുടെ വീഡിയോ ആവശ്യപ്പെട്ട കൂട്ടുകാർക്കാണ് ഇന്ന് നമ്മൾ
ഈ ഒരു രീതിയിൽ കാണിച്ചു തരുന്നത്. അപ്പം ഞാൻ എല്ലാ പൂരിയും ഇവിടെ പരത്തി മാറ്റുവാണ് കേട്ടോ. കണ്ടോ, എത്ര എളുപ്പത്തിലാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കൈവശം ചപ്പാത്തിയുടെ പ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് പ്രസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ എല്ലാ പൂരിയും ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ ഈ ഒരു രീതി. അതുപോലെ നമ്മൾ അരിപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾ പുട്ടുപൊടിയൊന്നും ചേർക്കരുത് കേട്ടോ. അരിപ്പൊടി തന്നെ ആയിരിക്കണം, അത് നൈസായിട്ടുള്ള പൊടിയായിരിക്കണം. ഇനിയിപ്പോൾ പൂരി ഉണ്ടാക്കിയെടുക്കാനുള്ള ചട്ടി ദേ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ. നമ്മൾ ഇന്നലെ ഉഴുന്നവട തയ്യാറാക്കിയ അതേ ചട്ടിയാണ് കേട്ടോ. എണ്ണ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. നമ്മൾ ഫ്രൈ ചെയ്യുന്ന എന്ത് കാര്യങ്ങളും ഇതുപോലുള്ള അയൺ പാനാണ് കേട്ടോ ഏറ്റവും നല്ലത്. അതുപോലെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പാത്രങ്ങളുടെയും ലിങ്ക് ഞാൻ ഇനിയിപ്പോൾ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ള കൂട്ടുകാർക്ക് അത് നോക്കി വാങ്ങിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റുകൾ തരാൻ മറക്കരുത് കേട്ടോ. കാരണം നിങ്ങൾ തരുന്ന കമന്റ് മറ്റുള്ള എല്ലാവരും കാണും. ഇനി നല്ല കമന്റ് തരുന്ന ആൾക്കാരുടെ കമന്റൊക്കെ ഇപ്പോൾ യൂട്യൂബ് എല്ലാവരുടെ മുന്നിലും കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി നമ്മുടെ ഓയിലൊന്ന് ചൂടായി വരണം. നമ്മുടെ വീഡിയോയ്ക്ക് നല്ല കമന്റ് തരുന്ന ഒരുപാട് പേരുണ്ട്. എടുത്തു പറയാനായിട്ട് ആദ്യം തന്നെ നമ്മുടെ നാവിൽ വരുന്നത് ഗീത ചേച്ചിയാണ്. അതുപോലെ അജിൻസാം, പിന്നെ നമ്മുടെ പ്രജിത, ഒരുപാട് പേര്. അനില ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ കമന്റ് എനിക്ക് തന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ ചാനലില്. അപ്പോൾ ചേച്ചിയോട് ആദ്യമേ ഒരു നന്ദി കൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അജിത തന്നെ 2 പേരുണ്ട്. പിന്നെ പ്രേമ, മഹി, ജിനു, KCM ബ്രോ, പിന്നെ ശ്രുതി, മോനായി, സുനീഷ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇനിയും ഉണ്ട് പറയാനായിട്ട്. വീഡിയോയുടെ ലെങ്ത് പ്രശ്നമാണ്, അതുകൊണ്ട് പറയാത്ത ആൾക്കാർ എന്നോട് വഴക്കിടല്ലേ. എല്ലാവരും തന്നെ എനിക്ക് കട്ട സപ്പോർട്ട് തരുന്ന എൻ്റെ കൂട്ടുകാരാണ്. അപ്പോൾ പാചകം ഒടിച്ച് നിന്നപ്പോഴേക്കും നമ്മുടെ എണ്ണ ചൂടായി. ഒരെണ്ണം ഇട്ട് കൊടുക്കുവാണ്. പൂരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പൂരിയുടെ നടുഭാഗം ഇതുപോലെ ഒന്ന് താത്തി വെച്ച് കൊടുക്കണം. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കണ്ടല്ലോ, അതിനകത്ത് ചേച്ചി വാചകം ഒടിച്ചതല്ല, കറക്റ്റായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതെന്ന്. കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പൂരി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 2 ഭാഗവും നല്ലപോലെ വെന്തതിന് ശേഷമാണ് നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ 2 വശവും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മുടെ പൂരിയുടെ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കുടൻ തന്നെ എന്ത് ചെയ്യണം? എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. അതിനുശേഷം നമുക്ക് അടുത്തതും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പെട്ടെന്ന് തന്നെ തിരിച്ചുകൂടെ ഇട്ട് കൊടുക്കണം. നമുക്ക് ആദ്യത്തെ പൂരി ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടല്ലോ, വീണപ്പോൾ തന്നെ പൊട്ടിപ്പോകുന്ന സ്വരത്തിലാണ് കേട്ടോ വീണിട്ടുള്ളത്. ഇത് മാറ്റി വയ്ക്കാം. ഇതും ഇതുപോലെ തന്നെ നമുക്ക് മുരിയിച്ചെടുക്കാം. അടുത്തതും നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇനി നിങ്ങൾക്ക് കാണിച്ചു തരണ്ടല്ലോ. ഞാൻ ഇതും കോരി പാത്രത്തിലേക്ക് മാറ്റുവാണ്. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ പൂരി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പാചക രീതിയാണ്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് പാചകം പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ഇത് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദിയും സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.